ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതൊരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ. കോയമ്പത്തൂർ സ്പെഷ്യലായിട്ടുള്ള ഞങ്ങളുടെ ഒരു ഡേ ആണ് കേട്ടോ ഇത്. അപ്പോൾ യൂഷ്വലി ആസ് യൂഷ്വൽ പോലെ രാവിലെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നമുക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഓറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെർലാക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ സെർലാക്കിൻ്റെ ഒരു സ്കൂപ്പ് എടുക്കും, അതിനകത്ത് കുറച്ച് ഒരു ലൂക്ക് വാം വാട്ടർ ഒഴിച്ചിട്ട് അത് കലക്കും. എന്നിട്ട് അവൻ്റെ വിറ്റാമിൻ ഉണ്ട് കേട്ടോ, അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ രാവിലെ 2 ml ആണ് വിറ്റാമിൻ കൊടുക്കേണ്ടത്. ഒരു പിങ്ക് കളറാണത്. പക്ഷെ അവനത് കുടിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് കുടിക്കും അത്, കുഴപ്പമൊന്നുമില്ലാതെ. ഇപ്പോഴത്തെ ഒരു റൂട്ടീൻ വെച്ചിട്ട് രാവിലെയും രാത്രിയും സെർലാക്ക്, ഉച്ചയ്ക്ക് ഒരു നേരം പപ്പി ഫുഡുമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ പപ്പി ഫുഡ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താണ് കൊടുക്കുന്നത്. ഞാനിതൊരു ചുമ്മാ ഒരു ഉള്ളി പരീക്ഷണം ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. പക്ഷെ അത് നന്നായിട്ട് കിളിച്ച് സ്പ്രിങ് ഓണിയൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ദിവസം ഇത് പോകുമെന്ന് ഇങ്ങനെ നോക്കാം. ജസ്റ്റ് കുറച്ച് വേരൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഒരു കുപ്പിയിലിട്ട് വെച്ചതാണ്. നമ്മൾ ഈ കോയമ്പത്തൂരൊക്കെ രാവിലെ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ഒരു നല്ല കാഴ്ചയാണ്. എല്ലാവരും മുറ്റത്തൊക്കെ തൂത്ത് കോലമൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ ഫ്രൂട്ട്സൊക്കെ, പൂവൊക്കെ ഇങ്ങനെ രാവിലെ കച്ചവടത്തിന് വരും. പശുവിനെല്ലാവരും വെള്ളം കൊടുക്കും. അതൊരു ഡിഫറെൻറ്റ്, നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ അത്. അങ്ങനെ വെളിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ഓറിയോട്ട് കളിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം നല്ല സ്പീഡിൽ ഓടി നമ്മുടെ അടുത്തൊക്കെ വിളിച്ചാൽ ഓടി വരികയൊക്കെ ചെയ്യും. പിന്നെ അവന് ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ അവനെ എടുത്തുകൊണ്ടിരിക്കണം, അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഓരോ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇപ്പോഴാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ക്യാരറ്റൊക്കെ ഇങ്ങനെ പുഴുങ്ങിയിട്ട് കൈ കൊടുത്താൽ അത് കുറേ നേരം പോയിരുന്ന് കടിച്ച് തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓവർലി ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് തക്കാളി ചട്നിയും പിന്നെ നമ്മളെ പൊടി ദോശയാണ് കേട്ടോ പ്ലാന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പ് അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ചട്നി പോലെ ആക്കിയിട്ട് അതിനകത്ത് താളിച്ചൊഴിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പോൾ എവരിഡേ നമ്മുടെ തേങ്ങാ ചട്നി അതെല്ലാം കഴിക്കുന്നതിനെക്കാട്ടി ഒരു ചേഞ്ചൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ഇന്ന് എന്തോ തക്കാളി ചട്നി മൂടായിരുന്നു. അതുകൊണ്ട് തക്കാളി ചട്നി ഉണ്ടാക്കി കേട്ടോ. അപ്പം ഇവിടെ വന്നിപ്പോൾ ചേട്ടായിക്ക് എന്നും നോർമൽ ദോശയെക്കാട്ടിയും പൊടി ദോശയാണ് ഇഷ്ടം. അപ്പോൾ ദോശ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഡിമാൻഡ് കുറവാണ് കേട്ടോ വീട്ടിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ പൊടി ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നുമില്ല, ഒരു ദോശ പരത്തുക, അതൊന്ന് ലൈറ്റ് ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മുടെ ഇഡ്ഡലി പൊടി ഇടുമല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു സ്പൂണ് ഇതേപോലെ ഗീ ഒഴിക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഇഡ്ഡലി പൊടി ഇങ്ങോട്ട് ഇടുക. പിന്നെ വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ ഒരു മുട്ട പൊട്ടി ഒഴിക്കുക കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, പൊട്ടിച്ച് ഒഴിച്ചാലും നല്ലതാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ മുട്ട സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാതെ ബ്രേക്ക്ഫാസ്റ്റിലൊരു ഹെൽത്തി ഓപ്ഷനും ആവും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ചേട്ടായി കിടന്നുറങ്ങും. എനിക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ജോലിയുണ്ട് ഓഫീസിൻ്റെ. അപ്പോൾ ഇതേപോലെ ജോലി ചെയ്യുന്നതിന് ഇടയ്ക്കിടയ്ക്ക് പോരുത്താൻ വരും. അവൻ ഒരു 5 മിനിറ്റ് കൂടുമ്പോഴും അവനെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനത്തെ ഒരുത്തിനാണ്. എന്തായാലും അങ്ങനെ പിന്നെ കുറച്ച് നേരം അവനെ എടുത്ത് മടി വെച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ നമ്മൾ ശനിയാഴ്ചകളിലാണ് ഈ പച്ചക്കറി വീട്ടിലെ സാധനങ്ങളെല്ലാം മേടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിനടുത്തുള്ള കസ്തൂരി സൂപ്പർ മാർക്കറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ മോസ്റ്റ്ലി എല്ലാവരും മലയാളീസാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് അതിന് കുറേ ക്യൂട്ട് സംഭവങ്ങൾ, ഹാൻഡ് വാഷ്, ഇത് പേപ്പർ ഹാൻഡ് വാഷാണ് കേട്ടോ. പേപ്പർ പോലെ ഇരിക്കും, പക്ഷെ അത് വെള്ളത്തിൽ പോകുമ്പോൾ അത് പതയാവും. അപ്പോൾ നമ്മളിവിടുന്ന് സാധനങ്ങൾ മാത്രം മേടിക്കാം. പച്ചക്കറി മേടിക്കാൻ നമ്മളിവിടെ അടുത്തുള്ള വേറൊരു പച്ചക്കറി കടയിൽ പോകാൻ കേട്ടോ. ഇന്ന് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ പെർസിമൻ ഫ്രൂട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുകൊണ്ട് തന്നെ ഒരു പെർസിമൻ ഫ്രൂട്ട് എടുക്കാൻ എൻ്റെ പ്ലാൻ കേട്ടോ. ടേസ്റ്റൊക്കെ ഒന്ന് വീട്ടിൽ ചെന്നിട്ട് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ പച്ചക്കറി വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിച്ചു.
ഇനി പോകുന്ന വഴിക്ക് രാമീൻ കഴിക്കാമെന്നാണ് ചേട്ടായുടെ ഒരു ഓഫർ. നമുക്ക് രാമീൻ കഴിച്ചാലോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഓക്കെ കഴിക്കാം എന്നുള്ള രീതിയിൽ രാമീൻ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അന്നേക്ക് ഇങ്ങനെ കൊണ്ട് വന്നപ്പോഴത്തേക്ക് ആ കടയിൽ പടക്കക്കടയായിരുന്നു. അങ്ങനെ കെ രാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ കൊറിയൻ നൂഡിൽസ് കിട്ടുന്ന ഒരു കടയുണ്ട് കേട്ടോ. കൊറിയൻ സൂപ്പ്, കൊറിയൻ നൂഡിൽസ്, കൊറിയൻ ഫുഡ് അതൊക്കെ കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ നമ്മൾ രാമിയനാണ് കേട്ടോ ബുക്ക് ചെയ്യാൻ പോകുന്നത്. അത് തന്നെ 3 തരത്തിലുള്ള രാമിയനുണ്ട്. കോക്കനട്ട് മിൽക്കൊക്കെ ഒഴിച്ചിട്ടുള്ളത്, നല്ല ഹോട്ട് സ്പൈസി ആയിട്ടുള്ളത്, നോർമലായിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ടൈം ഞങ്ങൾ ഒരു വട്ടം കഴിച്ചപ്പോൾ നല്ല ഹോട്ട് ആൻഡ് സ്പൈസിയാണ് കഴിച്ചിട്ട്. അപ്പോൾ ഈ വട്ടം അതുകൊണ്ട് ഞാൻ കോക്കനട്ടാണ് പറഞ്ഞത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. അതിനകത്ത് കുറേ എന്താ പറയുക, ചിക്കൻ, പോർക്ക്, മഷ്റൂം, അതുപോലെ നമുക്കറിയാതെ കുറേ പച്ചിലവർഗ്ഗങ്ങൾ, ക്യാരറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇട്ടിട്ടാണ് ഈ രാമൻ ബൗൾ നമ്മുടെ തരുന്നത്. സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. കുറച്ച് സ്പൈസി വേർഷൻ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ ഒരു സാറ്റർഡേ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുക, സാധനം മേടിക്കാൻ വെളിയിൽ പോവുക, അങ്ങനെയൊക്കെ. ഈ പെർസിമൺ ഫ്രൂട്ട് നല്ല രസമാണ്. ഒരു നമ്മുടെ പഴുത്ത കപ്പയ്ക്കയുടെയും ഒരു മാങ്ങയുടെയൊക്കെ ഒരു കോമ്പിനേഷനാണ്. ഓരോയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവന് നന്നായിട്ട്, അവൻ പിന്നെ എന്തും കഴിക്കും. അവൻ അങ്ങനൊന്നുമില്ല, എല്ലാം കഴിക്കും. അവൻ നന്നായിട്ടിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അവനും അത് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി ഈ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ അടുക്കിപ്പറക്കി വെക്കുന്ന ടാസ്കിലാണിപ്പോൾ ഞാൻ. അപ്പോൾ ഇന്ന് നമുക്ക് രാത്രിയും ദോശ തന്നെയാണ് കേട്ടോ. കാരണം ഓൾറെഡി രാമേൻ കഴിച്ചുകൊണ്ട് ചോറ് കഴിക്കുന്നൊരു മൂഡിലില്ല. ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് രാത്രി അതുകൊണ്ട് തന്നെ ദോശ മതി, ചോറ് തിന്നണ്ട. കാരണം ഓൾറെഡി രാമേൻ കഴിച്ചുകൊണ്ട് എനിക്ക് എന്തായാലും വേണ്ട. അപ്പോൾ ചേട്ടായിക്ക് മാത്രം ഒരു ദോശയൊക്കെ ചുട്ടു കൊടുത്തു. പിന്നെ രാത്രിത്തേക്ക് ഇവന് വേറൊരു വിറ്റാമിൻ ഇട്ടിട്ടുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്, സെർലാക്ക്. അപ്പോൾ ഇത്രയുള്ളോട്ട് ഇതൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വ്ളോഗ് വരാം. അതുവരെ ബൈ.